ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കാർത്തിക് ദിനേശ്. നമ്മൾ ഇന്നൊരു ഇന്റർവ്യൂവിലേക്ക് എടുക്കുകയാണ്. എൻ്റെ അച്ഛനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ച് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂ ആണ്. ചോദിക്കട്ടെ, നമ്മൾ ഈ സൗപർണിക ഗാർഡൻ നിലവിൽ വന്നിട്ട് എത്രയായി? ഇവിടെ ഈ ഗാർഡനിങ് തുടങ്ങിയത്, ഗാർഡനിങ് അല്ല, ചെടിയുടെ പരിപാടിക്ക് 2000 തുടങ്ങിയത്. അപ്പൊ 25 വർഷമായി ഇപ്പൊ. താല്പര്യം എപ്പോഴാണ് വന്നത്? സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ചെടിയൊക്കെ കൊണ്ട് കുഴിച്ചിടും. അതിന്റെ മുന്നേ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പ്രദർശനങ്ങളൊക്കെ നടക്കില്ലേ, എക്സിബിഷനൊക്കെ, അവിടെ പോകുമ്പോ വിത്തും ചെടിയൊക്കെ വാങ്ങും കൊണ്ട് കുഴിച്ചിടും. അങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ഇതിൽ എന്തൊക്കെ തരം ചെടികളുണ്ട് ശരിക്കും? ഇവിടെ ഇപ്പോ ചെടികൾ നമുക്ക് അതായത് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഔഷധ സസ്യങ്ങളുണ്ട്, അലങ്കാര ചെടികളുണ്ട്, പിന്നെ ശലഭച്ചെടികൾ, തൂക്കുചെടികൾ, എല്ലാ ചെടികളും ഇപ്പൊ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. പിന്നെ നമ്മള് മറ്റേ വേറെന്തൊക്കെ ബട്ടർഫ്ലൈന്റെ നമ്മള് പൂമ്പാറ്റ ചെടികളിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പൂമ്പാറ്റ ചെടികൾക്ക് ഉള്ള, പൂമ്പാറ്റയ്ക്ക് വേണ്ട എല്ലാത്തരം ചെടികളും ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും അച്ഛൻ പറയാനുണ്ടോ? വേറെ പറയാനുള്ളത് എന്താ വെച്ചാല്, നമുക്ക് കുട്ടികളൊക്കെ എന്ത് ചെയ്യണം വെച്ചാല്, എല്ലാവരും ചെടികളെ ഇഷ്ടപ്പെട്ട് ചെടികളൊക്കെ വളർത്തുക. ഇപ്പോൾ ഞങ്ങളിവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത് മകൻ തന്നെയാണ്, കാർത്തിക്. പിന്നെ ക്യാമറ നമുക്ക് റെഡിയാക്കി തരുന്ന അനിയൻ കശ്യപ്, അത് ക്യാമറയുടെ പിന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാ കുട്ടികളോടും നമ്മൾ ഒഴിവ് സമയത്ത് പുറത്തേക്ക് ഇറങ്ങും, എന്നാൽ പൂമ്പാറ്റകളെയും തുമ്പീനെയൊക്കെ കാണിച്ചു കൊടുത്താൽ അതിന്റെ പിന്നിൽ ഇങ്ങനെ പോവുക ചെയ്യുക. അപ്പൊ പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലതാണ്. പ്രകൃതിനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെടികളുടെ ഇതിലേക്ക് കുട്ടികൾ ഇറങ്ങിയാൽ അവർക്കൊരു ഉന്മേഷം എന്തായാലും, പ്രത്യേകിച്ച് ചെടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ കൂടുതൽ ശുദ്ധവായു നമുക്ക് കിട്ടും. അപ്പൊ അതേപോലെ ശുദ്ധവായു ഒക്കെ കിട്ടും. അപ്പൊ ചെടികളുടെ ഇടയിലൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെടികളൊക്കെ പരിപാലിക്കുക, അപ്പൊ ഒരു സന്തോഷം കിട്ടും.